കാസർഗോഡ് ജില്ലയിൽ ABC സെന്ററുകളുടെ പ്രവർത്തനം താളം തെറ്റിയ നിലയിൽ പിടികൂടുന്ന തെരുവ് നായകളെ തിരികെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറക്കിവിടുന്നതായി പരാതി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി തെരുവ് നായകളെ ഇറക്കിവിടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ ഇവയെ പിടികൂടി വന്ധീകരിച്ച ഷെൽട്ടറിൽ അടയ്ക്കണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. എന്നാൽ സംസ്ഥാന സർക്കാർ തെരുവ് നായ്ക്കളുടെ വന്ധീകരണത്തിനായി സംസ്ഥാന വ്യാപകമായി അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററുകൾ തുടങ്ങുകയായിരുന്നു. ശേഷം അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി വന്ധീകരിച്ച് അതേയിടത്ത് തന്നെ കൊണ്ടുവിടുന്നതാണ് പദ്ധതി. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ തെരുവ് നായ്ക്കളെ കണ്ടെത്തി പിടികൂടി ABC സെന്ററിൽ എത്തിച്ച ശേഷം കിലോമീറ്ററുകൾക്കപ്പുറം ജനവാസ മേഖലകളിൽ കൊണ്ടുവിട്ടതായാണ് പരാതി. ചെങ്കളയിൽ നിന്നും പിടികൂടിയ തെരുവ് നായ്ക്കളെ കിലോമീറ്റർ അപ്പുറം പള്ളിക്കരയിലും വെള്ളിക്കോത്തും കൊണ്ടുവിട്ടതായാണ് പരാതി. ജില്ലാ പഞ്ചായത്തിന്റെ മിഷൻ ABC വാഹനത്തിലായിരുന്നു നായ്ക്കളെ കൊണ്ടുവന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ 8ഓളം നായ്ക്കളെ വെള്ളിക്കോത്തിറക്കി വിട്ടു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇവിടെ ഇന്നലെ ഞാൻ പണിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ കരക്കരുള്ളിൽ 2 എണ്ണം കൂടിയിട്ടുണ്ട്. കാലിയെല്ലാം ഒട്ടാകെ കരിയുന്നു. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞു ടെമ്പോയിൽ കുറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു 8 നായനെ വിട്ടിട്ടുണ്ട്. അത് 2 എണ്ണം നമ്മളെ കരക്കരുള്ളിൽ പോയി. ബാക്കിയുള്ള നായി അടോട്ട് അങ്ങോട്ട് ഒറ്റ പോട്ടോടി. അപ്പോൾ ഈ കുട്ടികളും ഇവിടെ എല്ലാം കളിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഇളക്കിയാൽ നമുക്കൊരു രാത്രി വന്നിട്ട് ഞാൻ രണ്ടാമത് നോക്കുമ്പോഴത്തെ രാത്രി ഒന്ന് നമ്മളെ കാലിയിലെ കരക്കര പള്ളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതിറ്റൊക്കെ ഇവിടെ തിരിയുന്നില്ലല്ലോ. ജില്ലാ പഞ്ചായത്തിൻ്റെ ABC വാഹനമുണ്ടല്ലോ, ഇന്ത്യക്കാർ ഇവിടെ കൊണ്ട് ഇറക്കിയത്. ഇവിടെ ചുറ്റുപാട് അങ്കണവാടി ജോലി വെച്ച് നെൽസനോട് കുട്ടികൾ കളിക്കുന്ന സ്ഥലം അത് ബുദ്ധിമുട്ടാണ്. നായകോട് ബുദ്ധിമുട്ടൊന്നുമല്ലേ. അവർ ABC അത്ര ഒരു ഫലപ്രദമല്ല. ABC ബുദ്ധിമുട്ടല്ലേ. ABC നടക്കുന്നില്ല. ഇല്ല. ജനവാസ പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടിയ തെരുവ് നായ്ക്കളെ ഇത്തരത്തിൽ വിട്ടയക്കുന്നത് ഏത് മാനദണ്ഡത്തിന് പ്രകാരമാണെന്ന് വിശദീകരണമില്ല. ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ലെന്ന് നിഷേധിക്കുക മാത്രമാണ് ഇതിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥർ ചെയ്തത്. ഇറക്കിവിട്ട പ്രദേശത്തിന് സമീപം അംഗൻവാടിയും സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇറക്കിവിട്ടതിൽ അവശനിലയിലായ തെരുവ് നായ്ക്കളും ഉൾപ്പെടുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. പള്ളിക്കരയിൽ പ്രതിഷേധമുയർത്തിയ നാട്ടുകാർ ഇറക്കിവിട്ട നായ്ക്കളെ തിരികെ പിടികൂടിപ്പിച്ച് വാഹനത്തിൽ കയറ്റിവിട്ടു. നാട്ടുകാർ സംഘടിച്ച് നിന്നതോടെ ഇറക്കിവിട്ട നായ്ക്കളിൽ ചിലതിനെ ഏറെ പണിപെട്ട് പിടികൂടി. പലതിനെയും കിട്ടിയില്ല. അക്രമവാസന കാട്ടുന്ന നായ്ക്കളെയാണ് ജനവാസ സ്ഥലത്ത് ഇറക്കിവിട്ടതെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആരോപണം. ABC കേന്ദ്രങ്ങളുടെ പ്രായോഗികത വർദ്ധിപ്പിച്ച് പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാഞ്ഞങ്ങാട് നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.